ട്രോളുകൾ ഏറ്റുവാങ്ങാനായിട്ട് ഇനിയും 90 കിഡ്സിൻ്റെ ജീവിതം ഇങ്ങനെ ബാക്കിയായിട്ട് കിടക്കുവാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 90 കിഡ്സിനെ കുറിച്ചുള്ള ട്രോളുകളാണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ടുള്ളത്. അവർ തന്നെ സെൽഫ് ട്രോളിംഗ് ആണ്. ഞങ്ങൾ തന്നെ ഞങ്ങളെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാൽവേദന, മുട്ടുവേദന, ഇരുന്നിട്ട് എഴുന്നേക്കാൻ വേണ്ട, നടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളും സത്യങ്ങളാണ്. എന്നാലും ഒരു തുറന്ന് പറയാൻ കാണിക്കുന്നൊരു മനസ്സ് വലുതാണ് ഞങ്ങളുടേത്. പിന്നെ 90 കിഡ്സ്, അപ്പോൾ ഞങ്ങൾ പേരൻസ് ആയെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ കുട്ടിക്കാലത്തിൽ നിന്നൊന്ന് വിട്ടുമാറി, ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റുന്നത്. ഞങ്ങളുടെ മനസ്സിപ്പോഴും കുട്ടിക്കാലത്തിൽ ഇങ്ങനെ ഉടക്കി കിടക്കുക. സോഷ്യൽ മീഡിയ ഇല്ലാത്ത അവസാനത്തെ കുട്ടിക്കാലം ആഘോഷിച്ച് നമ്മളാണെന്ന് പറയാം. നമ്മൾക്ക് ശേഷമുള്ള ജനറേഷൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് അവർ കടന്നു പോയിട്ടുള്ളത്, അവരുടെ കുട്ടിക്കാലം. പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ വലിയ വിലപിടിപ്പുള്ള കളി സാധനങ്ങളും ഇല്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റിനും കാണുന്ന ഓലമടൽ വെട്ടി ബാറ്റ് ഉണ്ടാക്കിയും സൈക്കിളിൻ്റെ ടയർ വെച്ച് വണ്ടി ഉണ്ടാക്കിയും ഒക്കെ ഇങ്ങനെ പാടത്തും പറമ്പത്തും ഓടി നടന്ന് ഒരുപാട് സാങ്കല്പിക ലോകത്ത് നമ്മൾ കളിച്ചിട്ടുണ്ട്. കള്ളനായും പോലീസായും പട്ടാളമായും സങ്കല്പത്തിന് പിന്നെ അതിരൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം. അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ സാങ്കല്പികത എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് കാത്തിരിപ്പിൻ്റെ വിലയും നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഒരാഴ്ച കാത്തിരുന്നിട്ടാണ് നമ്മളൊരു സിനിമ കാണുന്നത്. ഞായറാഴ്ച 4 മണിയാകാൻ ഇങ്ങനെ കാത്തിരിക്കും ഒരു സിനിമ കാണാനായിട്ട്. നമ്മുടെയൊക്കെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ ശക്തിമാനും കാട്ടിലെ കണ്ണനെയൊക്കെ കാണാനായിട്ട് ആ പരസ്യത്തിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഇച്ചിരി സമയത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി കാത്തിരുന്നിട്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പഴമയുടെ മധുരമുള്ള ഒരു കുട്ടിക്കാലം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടുപിരിഞ്ഞ് വരാൻ നമ്മുടെ മനസ്സിന് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടികളുണ്ട്. അതുകൊണ്ട് നമുക്ക് കുട്ടികളോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, നമ്മുടെ മക്കളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും അവരുടെ കൂടെ കളിക്കാനും ആടാനും പാടാനും ഒന്നും ഒരു മടിയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടെ അവരുടെ ഏജായി മാറാനും പറ്റുന്നുണ്ട്. പിന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ, ആൺകുട്ടികളുടെ ജോലിയല്ലത്, ആൺകുട്ടി തുണി കഴുകരുത്, പാത്രം കഴുകരുത്, അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. ആണിനും പെണ്ണിനും ഒക്കെ ഒരു വേർതിരിവില്ലാതെ ഒരേപോലെ എല്ലാവരെയും കാണാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ട്രോളുകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളും നമുക്കുണ്ട്.